കമ്മീഷനുകളും കൂടെ വനിതാ കമ്മീഷൻ അങ്ങനെ പല കമ്മീഷനുകളും കൂടെ നിലവിലുണ്ട്. ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വേറൊരു തരത്തിലാണ്. അവര് നിയമവശങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടാണ്, അതായത് മീഡിയക്ക് ബൈറ്റ് കൊടുത്തിട്ടില്ല, എൽസോത്ത് പരാതി കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്തതെന്നൊക്കെയുള്ള രീതിയിലാണ് ഈ എൽസോത്തിന്റെ വീഡിയോ വന്നിട്ട് ആരും അനങ്ങാതിരിക്കുന്നെന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അയാൾക്കൊരു കഴിവുകേടോ അല്ലെങ്കിൽ അറിവുകേടോ എന്തുണ്ടെങ്കിലും അങ്ങനെ ഒരാൾ പറയുമ്പോൾ അയാൾക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അന്വേഷണമെങ്കിലും നടത്തണം. മനസ്സിലായോ? അല്ലാതെ ഇത് കണ്ടിട്ട് മിണ്ടായിരിക്കുമല്ല വേണ്ടത്. നമുക്ക് കണ്ടാൽ നമുക്ക് തോന്നുമല്ലോ ഇത് ചോദിക്കണമെന്ന്. ഇതെന്താ അതോറിറ്റിക്ക് തോന്നാത്ത? നമ്മുടെയൊക്കെ ജീവനും സ്വത്തിനും മാനത്തിനും എന്താ പറയുക സുരക്ഷ ഏർപ്പെട്ട് ആക്കിയേക്കുന്ന ഇവർ ഓത്തെടുത്തിട്ടാണ് ഇവരൊക്കെ ജോലിക്ക് കയറിയേക്കുന്നത്. അവർ ചെയ്യുന്നില്ലല്ലോ. അതെന്നത്തെ അങ്ങനെ ഒരു അന്വേഷണം ഇതുവരെ നടത്താത്ത? അന്വേഷിച്ചാൽ മതി. ആരും എഫ്ഐആർ ഇട്ട് ഇവനെ കേസിലോട്ട് കുടുക്കി ഇവനെ തൂക്കിക്കൊള്ളണമെന്നും പറയുന്നില്ല. പക്ഷെ അതുപോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ ബാലയ്ക്കെതിരെ. അത് തന്നെ എനിക്കെതിരെ പരാതി കൊടുത്തു, എനിക്കെതിരെ അവൻ കൊണ്ട് മറ്റേ അവളുടെ ഭാര്യ ഇറക്കിയിട്ട് വീഡിയോ ഇടിച്ച് അത്രയും വലിയ എന്താ പറയണ്ടത് എൽസവത്തിനെതിരെ അതിന്റെ പ്രൊഫഷനും അതുപോലെ തന്നെ ഭാവി ജീവിതത്തിനെ തകർക്കുന്ന രീതിയിലുള്ള അലിഗേഷൻസ് ഒരു അടിസ്ഥാനം ഇല്ലാതെ പറഞ്ഞു പിടിപ്പിച്ചിട്ട് അവള് ഇരുന്ന് പറഞ്ഞതിന് സത്യം പറഞ്ഞാൽ അവൾക്കെതിരെ ഈ സംവിധാനം ഒരു സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. അതൊന്നും എടുത്തിട്ടില്ല. ഞാൻ അതിന് റിയാക്ട് ചെയ്തപ്പോൾ എനിക്കെതിരെ പരാതി കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ കേസിൽ പ്രതിയായി. എപ്പോഴും തോക്കും കൊണ്ടൊക്കെ ഇവൻ നടക്കുന്നേ. മനസ്സിലായോ? ഇവനാണെ വെളിവില്ല. ഇവനാണ് ഇച്ചിരി പ്രശ്നമുള്ള കൂട്ടത്തിലാകട്ടെ. ഇവന് ഉദ്ദേശിക്കുന്ന പോലത്തെ ആളല്ല. ഇവന് ഭയങ്കര അഗ്രസീവാണ്. ഇവനങ്ങനെ പുറത്തിറക്കി വിടുന്ന അത്ര അല്ലല്ലോ. വേറെ ആൾക്കാർ അടിച്ചിട്ടുണ്ട് അല്ലേ? ഒത്തിരി പേര് അടിച്ചതായിട്ട്, അതായത് ഇവൻ ഒരുപാട് പേരെ തല്ലിയതായിട്ട് എൽസവത്ത് കണ്ടിട്ടുണ്ട്. രണ്ടുപേരായിട്ട് അടി ഉണ്ടാക്കുന്നത്. അതുകൂടാതെ അമൃതയുടെ കേസ് വന്നപ്പോൾ ഒരു ഡ്രൈവർ പയ്യനെ 18 വയസ്സ് കണ്ട് പ്രായമുള്ള ഒരു സമയത്ത് അത് വീഡിയോ വന്നു. അവൻ വീഡിയോ പറയുന്നുണ്ട് അവന്റെ കർണക്കുറ്റി അടിച്ചിട്ട് അവന്റെ ചെവിക്കല്ല് പൊട്ടി ചോര വന്നിട്ടുണ്ടെന്ന്. അന്ന് അവൻ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയാതെ പേടിച്ചുപോയി. ഇവൻ ഈ പേടിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവൻ അവരെയൊക്കെ വല്ലാണ്ട് ആക്രമിക്കുന്നുണ്ട്. അതുകൂടാതെ പിന്നെയും കഴിഞ്ഞിടയ്ക്കൊക്കെ എവിടെയൊക്കെ ഒരു അടി നടന്നായിട്ടൊക്കെ ഞാനിങ്ങനെ ഇവിടെ നിന്നൊക്കെ കേട്ടറിയുക. അതാരാന്നറിയത്തില്ല. ഏതോ ഡ്രൈവറായിട്ട് ഇഷ്യൂ ഉണ്ട്. ഇവിടെ നാട്ടിൽ പലരുമായിട്ട് ഈ ബാല അടി ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? ഭയങ്കര അക്രമാസക്തനായ ഒരു മനുഷ്യനാണ്. ഇവനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ വിട്ടേക്കെന്ന് അറിയത്തില്ല. ഒരുപാട് പരാതികളൊക്കെ പലയിടത്തും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലും അവിടെ നിന്ന് ഇങ്ങനെ ഉഴപ്പ് ഒതുക്ക് ഇങ്ങനെയൊക്കെ ഇവനെ എന്തിനാ സംരക്ഷിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തിനധികം പറയുന്നത് വേറെ ആരുടെ കേസ് എടുത്തോട്ടെ. പക്ഷേ തോക്കുമായിട്ടെടുത്തും വീട്ടിൽ വന്ന് സാധാരണക്കാരുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെന്ന് കയറി അവരെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ പോലീസ് അന്ന് ട്രീറ്റ് ചെയ്തിട്ടില്ല ബാലയെ. ഒരു അന്വേഷണം ഇല്ലാന്ന് ഒന്നും ഇല്ലാന്ന്. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് ബാലയുടെ വീട്ടിൽ തോക്കിന്റെ തെരച്ചിൽ എന്ന രീതിയിൽ പോലീസ് കയറി ചെന്നിട്ട് ആ വീട്ടിൽ തെരഞ്ഞിട്ടില്ല. വെറുതെ കയറി ഇരുന്ന് സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി പോന്നിട്ടേ ഉള്ളൂ. അതിനകത്ത് എൽസവത്ത് ഇരിപ്പുണ്ട്. മോളിൽ ആറാട്ടെണ്ണനെയും കൂട്ടിയിട്ടുണ്ട്. ഇവൻ അടച്ചിരുന്നോളാൻ പറയുന്നില്ലേ. ലിനീഷാണ് തോക്ക് കൊണ്ടുപോയത്. ആരാണ് ഈ ലിനീഷ് എന്ന് പറഞ്ഞ പിടിച്ച അവിടേക്ക് എത്തിയ തോക്കിലേക്ക് എത്തില്ലേ? അതൊക്കെ അന്ന് കൊണ്ടുപോയവരൊക്കെ 6 കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്കറിയത്തില്ല ഇതാരാണ്. താൻ ലിജേഷ്, ഞാൻ ഓർത്ത് ഇയാളായിരിക്കും തോക്ക് കൊണ്ടുപോയത്. അയാളല്ല, ലിനേഷ് എന്ന് പറഞ്ഞ വേറെ ആളാണ് തോക്കുമായിട്ട് ഹോട്ടലിൽ നിന്ന്. ആ ഹോട്ടൽ റൂമിന്റെ കീ ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. 6 കൊണ്ടൊന്ന് മറന്നു വെച്ച് പോയത്. 6 കൊണ്ട് ഈ തോക്ക് കഴിഞ്ഞിട്ട് അവനെ അവിടെ ഒരു ദിവസം തടഞ്ഞു വെച്ചേക്കുവാന്ന്. ഐസ്ക്രീം മേടിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞില്ലേ, ആ സംഭവം. അപ്പൊ എൽസവത്ത് ഇത് കുറെ കേട്ട കാര്യങ്ങളും പറഞ്ഞു. പിന്നെ തോക്കിന്റെ ഒക്കെ ഫോട്ടോയും. അതെ എൽസവത്ത് ഉറപ്പായിട്ട് സാക്ഷിയാണ്, സാക്ഷി പറയാനും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രജീഷും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് ഇത് കൊടുക്കണം. കാരണം അന്നത്തെ തോക്ക് ഇഷ്യൂ അങ്ങനെ താത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഉള്ളതാണ്. അത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന് തന്നെ ഉള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയും പേരും കണ്ട കാര്യം പോലീസ് അന്വേഷിക്കാനും തോന്നിയില്ല. അതൊന്ന് ആക്ഷൻ എടുക്കുന്നില്ല. ഇമ്മീഡിയറ്റ് ആക്ഷൻ അല്ലേ? തോക്ക് കൊണ്ട് ഭയങ്കര തെറ്റാണ്. ഏതോ കളിപ്പാട്ടം തോക്ക് കൊണ്ട് പോയവനെ പിടിച്ചോണ്ട് പോകും. എന്നിട്ട് പോലും ഇവര് ചെയ്തിട്ടില്ല. ഇതിപ്പോ എന്താണ് ഈ പരാതിയായിട്ട് ഞാനായാലും പോട്ടെ, ഞാൻ അത് വിളിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. എന്തില്ലാട്ടെ, ഞാൻ ഒന്ന് പോയിട്ട് വരാം.